പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ജി കെ ട്രക്കേഴ്സിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു ചെറിയ വീഡിയോ അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. രണ്ടാമത്തത്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ കുറച്ച് നാളുകൊണ്ട് നിങ്ങളുടെ ഇടവേളകൾക്ക് ശേഷം വീഡിയോ എന്ന് പറയുന്നു. ഇനി നമ്മൾ തുടർന്ന് വീഡിയോകൾ ചെയ്യാൻ പോവുകയാണ്. ഈ ആഴ്ച മുതൽ ദൈവം സഹായിച്ചാൽ ഇനി ഒരു ബ്രേക്ക് വരാത്ത രീതിയിൽ നമ്മൾ വീഡിയോകൾ തുടരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹെഡിങ് തന്നെ, ഉപകാരം അത് മലയാളിക്ക് ചെയ്യരുത് എന്നാണ്. എന്താണ് ഈ കാര്യം? ഇങ്ങനെ ഇപ്പോൾ ഒരു ഹെഡിങ് അല്ലെങ്കിൽ വിചിത്രമായ ഒരു കാര്യം നിങ്ങളൊരു മലയാളിയല്ലേ നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രഥമമായ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു മലയാളിയും ഒരു സാധാരണ ഡ്രൈവറായിട്ട് കരിയർ തുടങ്ങി ഒരുപാട് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് ശേഷം, പല നാടുകളിൽ ജോലി ചെയ്തതിന് ശേഷം, ഞാൻ എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും കുറച്ചറിയാവുന്ന ഭാഷകളും അതിൻ്റെയൊക്കെ സഹായവും കൊണ്ടും എനിക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി വേറൊരു ജോലിയിലേക്ക് കിട്ടിത്തുടങ്ങിയപ്പോൾ, ഞാനൊരു ഇന്ത്യക്കാരനും ഒരു മലയാളിയും ആയതുകൊണ്ട് നമ്മുടെ രാജ്യക്കാരെ എടുക്കണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയൊരു കാര്യം, നമ്മുടെ ഇന്ത്യക്കാർ, അതിൽ തന്നെ സൗത്ത് ഇന്ത്യക്കാർ, കേരളീയർ, എന്നെപ്പോലുള്ള ചെറുപ്പക്കാർ, ഞാൻ ചെറുപ്പമാണെന്ന് പറയുന്നില്ല, മുന്നേ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടിക്കൊള്ളട്ടെ എന്ന് കരുതി ഞാൻ പോകാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ഇനി പണിയെടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ ആളിനെ എടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ആൾക്കാരെ വിളിച്ചു, വളരെയും സെലക്ട് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു, അതിനനുസരിച്ച് മുന്നോട്ട് പോയി. അതിൽ ഒരു പയ്യൻ ആദ്യമായി സംസാരിച്ച്, ഇത്രയും ദിവസമായി എന്നോട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പുള്ളിയെ ഞാൻ എടുത്തു. പുള്ളി 3 വണ്ടിയൊക്കെ ഉള്ള വീട്ടിലാണ്, ഭയങ്കര ഇതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പുള്ളി പോളണ്ടിൽ ലോറി ഓടിച്ചു, ആ ട്രക്ക് ഓടിച്ചു, ആ ട്രെയിലർ ഓടിച്ചെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിൽ ഞാൻ അവിശ്വസിച്ചില്ല. പുള്ളിയെ കൊണ്ടുപോയി, പുള്ളിയെ കമ്പനി വന്നു, ജോയിൻ ചെയ്തു. പുള്ളി ജോലി ചെയ്യാൻ ഒരാഴ്ചയായി. ഒരാഴ്ച കൊണ്ട് തന്നെ പുള്ളി പോയ ട്രെയിനിങ്ങിന് ഇവിടെ പ്രത്യേക ട്രെയിനിങ് നമ്മൾ യൂറോപ്പിൽ മുൻപിലും പറഞ്ഞിരുന്നിട്ടുണ്ട്. യൂറോപ്പിലൊരാളിനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഫുൾ ലൈസൻസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉള്ള ഒരു ഡ്രൈവറെ എടുക്കുമ്പോൾ അവരുടെ മുന്നിൽ നമ്മളൊരു ഫുൾ ഡ്രൈവറാണ്, എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ്. അപ്പം നമുക്കൊരു ട്രെയിനിങ് തരലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ പുള്ളിയെ എന്നായിരിക്കും നമ്മളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓടിക്കുന്ന വണ്ടിയുടെ പ്രത്യേകത മാനിച്ച് പുള്ളിക്ക് അതിലൊരു ട്രെയിനിങ് 7 ദിവസം 15 ദിവസം അത് ഞങ്ങൾ കണക്കൂട്ടി കൊടുത്തപ്പോൾ 7 ദിവസം ആയപ്പോൾ തന്നെ പുള്ളിക്കത് പറ്റുന്നില്ല. പുള്ളി ഫാസ്റ്റായിട്ട് പിക്ക് ചെയ്യുന്നില്ല. കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനാകുമ്പോൾ എല്ലാവരും ഒരേപോലെയല്ല, ഫാസ്റ്റ് ആവില്ല. ഓക്കെ, നമ്മൾ വീണ്ടും 7 ദിവസം ഉണ്ടല്ലോ, നമുക്കതനുസരിച്ച് ചെയ്യാമെന്ന് കരുതി പുള്ളിയെ വിട്ടപ്പോൾ പുള്ളി നമ്മളെ എന്നെ വിളിച്ചിട്ട്, എന്നെ ആദ്യം ആ കമ്പനി ചെന്നു, പുള്ളി വിളിച്ചില്ല. ഒരാഴ്ചയായി വിളിച്ചില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം മുതലാളി പറഞ്ഞിട്ടാണ് ഞാൻ പുള്ളിയെ സംസാരിക്കുന്നത്. പുള്ളിക്ക് കാര്യങ്ങൾ സെറ്റാവുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെയാണ്. മുതലാളിയുടെ കുറച്ച് കുറ്റം എന്നോട് പറഞ്ഞു, പണിക്കാരുടെ കുറച്ച് കുറ്റം പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ പുള്ളി ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ മുതലാളി ശരിയല്ല എന്ന് തൊഴിലാളികൾ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. അപ്പം സ്വാഭാവികമായും ആ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാവിയിൽ ഭാഗഭക്കാകേണ്ട ഞാൻ അതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പണി ചെയ്യാൻ വന്നാൽ നിങ്ങൾ പണി ചെയ്യുക, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് നോക്കുക, അതാണ് നിങ്ങളുടെ ആവശ്യം. പിന്നെ ഈ ജർമ്മനിയിൽ എവിടെ ആയാലും യൂറോപ്പിൽ എവിടെ ആയാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു പണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടെടുത്ത് തരിക, നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളത് ഈ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തമല്ല. നമ്മൾക്ക് വർക്ക് പെർമിറ്റിനുള്ള പേപ്പർ തരും, അതുപോലും നമ്മളാണ് ഹൗസ് ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിൽ പോയി ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത ആളുമാണ്. അപ്പം ഈ പശ്ചാത്തലത്തിൽ ഈ പുള്ളിക്ക് ഇതൊന്നും അറിയാത്ത ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, പുള്ളിക്ക് പോളണ്ട് ലൈസൻസ് ആണ്, പോളണ്ട് ലൈസൻസ് ഇവിടെ കൺവേർട്ട് ചെയ്യാൻ നിയമപരമല്ലാത്ത ഒരു രീതിയിലും ഞാൻ ചെയ്യില്ല എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഞാൻ എൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നിയമപരമല്ലാത്ത ഒന്നും ഞാൻ ചെയ്ത ശീലം എനിക്കില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം. ഇത് എന്നെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല. എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഇനി ഒരിക്കലും കേരളക്കാരനെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഹയർ ചെയ്യത്തില്ല എന്ന് മനസ്സിലാക്കേണ്ട പശ്ചാത്തലത്തിൽ, ഇവിടെ കേരളക്കാരൻ നയിക്കുന്ന കമ്പനി, സൂപ്പർവൈസറായി നയിക്കുന്ന കമ്പനി പലയിടത്തും ഉണ്ട്, ഡോഷ്ലാൻഡിൻ്റെ പല ഭാഗത്തും. ഈവൻ ഞാൻ വന്ന ഒരു കമ്പനിയും അങ്ങനെയായിരുന്നു. ആ കമ്പനിയിൽ വന്ന എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കൂടെ 2 സുഹൃത്തുക്കളുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പം അവിടെ പലരും 3000 5000 കൊടുത്ത് ഈ സൂപ്പർവൈസർക്ക് കൊടുത്തു. സൂപ്പർവൈസർ ആണെങ്കിൽ ലോകത്തില്ലാത്ത കള്ളം പറഞ്ഞ് അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ഇത് മേടിച്ച് പോക്കറ്റിൽ വെച്ച് കാര്യങ്ങൾ ചെയ്ത ആളാണ്. നമ്മളെ സംബന്ധിച്ച് ഈ നിമിഷവും നമ്മൾ അധ്വാനിക്കാത്ത ഒരു പൈസയും നമ്മുടെ കയ്യിലില്ല. ആരെയും പറ്റിച്ച പൈസയോ വെട്ടിച്ച പൈസയോ വിസയ്ക്ക് പൈസ മേടിച്ചതോ ഇതേപോലെ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാനീ പറഞ്ഞു
2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച ഈ പുള്ളി കംപ്ലൈൻറ്റുകളായി. അപ്പം ഞാൻ ജോലി നിങ്ങളെ കാര്യം നോക്കുമെന്ന് പറഞ്ഞു. 3-ാമത്തെ ആഴ്ചയായിട്ട് ഇയാൾ ശരിയാവുന്നു. അപ്പം മുതലാളി പറഞ്ഞു ഓക്കെ പുള്ളിക്ക് ഒരു ചെറിയ വണ്ടി സൈഡ് കട്ടർ വണ്ടി കൊടുക്കാം. അപ്പോൾ 7 ടണ്ണിൻ്റെ 10 ടണ്ണിനകത്തുള്ളൊരു വണ്ടി കൊടുത്തു. അപ്പോൾ 45 ടണ്ണ് ഓടിക്കാൻ വന്നൊരു ഡ്രൈവർക്ക് ഈ വണ്ടി കൊടുത്തപ്പോൾ പുള്ളി ഈ വണ്ടി ഓടിക്കുന്നത് എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 15 ഡെലിവറി നടക്കുന്ന വണ്ടി പുള്ളി ഒരു ഡെലിവറി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. രാവിലെ പോയിട്ട് അല്ലെങ്കിൽ 2-3 ഡെലിവറി ഇങ്ങനെയാണോ പണി നടക്കുന്നത്? അല്ല. അപ്പോൾ അതും പുള്ളിക്ക് സെറ്റാവുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് പണിയെടുക്കണം എന്നുള്ള താല്പര്യം. പുള്ളി ചമച്ചടിച്ച് സോപ്പിട്ട് നിൽക്കുന്ന ഒരാളാണ് പുള്ളി. മുതലാളിയെക്കുറിച്ച് കുറ്റം എന്നോട് പറഞ്ഞതുപോലെ മറ്റേ അവിടെ പുള്ളിയുടെ കൂടെ വിട്ട് നമ്മുടെ രാജ്യത്തു നിന്നുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ ആളുടെ കുറ്റം മുതലാളിയോടും എന്നോടും പറഞ്ഞ പോലെ പുള്ളി എന്നെക്കുറിച്ച് കുറ്റം മുതലാളിയോട് പറഞ്ഞു. എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് യൂറോപ്പിൽ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് അയാളോട് പുച്ഛമാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുഹൃത്തെ, തനിക്കൊരു ജോലി തരാൻ വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്ന സഹായം തനിക്ക് ചെയ്തു തന്നപ്പോൾ ഞാൻ തൻ്റെ നിന്ന് കമ്മീഷൻ മേടിച്ചില്ല, പൈസ മേടിച്ചില്ല. എനിക്ക് അയാളുടെ പേര് പറയുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. കാര്യം ഞാൻ നിയമപരമായി അയാൾക്കെതിരെ നീങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. കമ്പനി മുതലാളിയോടും സംസാരിച്ചിട്ടുണ്ട്. മുതലാളിയും അത് ചെയ്യാൻ തയ്യാറാണ്. കാര്യം പുള്ളിക്കും വേണ്ടത്ര പ്രശ്നങ്ങളും മാനക്കേടും പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 3 ആഴ്ചയും കഴിഞ്ഞ് 4-ാമത്തെ ആഴ്ച ആയപ്പോൾ പുള്ളി ഇത് സെറ്റാകുന്ന മുതലാളി പറഞ്ഞൊരു കാര്യം ചെയ്യും, താങ്കൾ വേറെ പണി നോക്ക്, കാര്യം താങ്കൾക്ക് ഇത് സെറ്റാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളിയും പറഞ്ഞു ശരി, ഇനി ഇതിനെല്ലാം പുറമെന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു 15 ദിവസത്തേക്ക് നാട്ടിൽ നിന്ന് പോയിരുന്നു എൻ്റെ കുടുംബത്തെ കൊണ്ടുവരാനായിട്ട്. കുടുംബം കൊണ്ടുവന്നു, വ്യവസായം, ഇതുവരെയൊക്കെ കാര്യങ്ങൾ കൃത്യമാണ്. ആ സമയത്ത് 13 ദിവസവും ഈ പയ്യൻ രാവിലെ വിളിക്കും, ഒരു മെസ്സേജും, പിന്നൊന്ന് വിളിക്കും. ഇയാളുമായിട്ട് സംസാരം, ഇയാളുടെ കാര്യം സംസാരം. ഇയാളല്ലെങ്കിൽ ഇയാളെ കംപ്ലൈൻറ്റുമായിട്ട് മുതലാളി, അല്ലെങ്കിൽ മുതലാളിയുടെ കംപ്ലൈൻറ്റുമായിട്ട് ഇയാൾ, ഇങ്ങനെയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നും ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോളണ്ട് ലൈസൻസോ അല്ലെങ്കിൽ ലാറ്റ്വിയനോ ലിത്വാനിയനോ ഏത് ലൈസൻസും നിയമപരമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഇതിൽ സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരും. അല്ലാതെ അനധികൃതമായി ഞാനൊന്നും ചെയ്യില്ല. ഞാൻ ഈവൻ അയാളെ കമ്മീഷൻ മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അയാൾക്ക് ഞാൻ വേണമെന്ന് ചെയ്തൊരു തെറ്റ്, അയാൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞു ഞാനൊരു കോൺട്രാക്ട് മേടിച്ചില്ല. അത് അയാളൊരു ബസ് കമ്പനിയിൽ നിന്നാണ്, പ്രമുഖമായൊരു കമ്പനിയിൽ, കുറേ മലയാളികളുള്ള കമ്പനിയിൽ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവിടെ മൂട്ടയാണ്, പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ എനിക്കൊരു ട്രക്ക് മതി എന്ന് പറഞ്ഞു. വന്നതിൻ്റെ അന്നൊരു ട്രക്ക് കൊടുത്തു. ഇതിൽ കിടന്നുറങ്ങിയോ ഇയാളെ സാധനം വെച്ചോന്ന് പറഞ്ഞു. അടുത്ത ദിവസം മുതൽ വേറെ ട്രെയിനിങ് കൊടുത്തു. ഇതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന് ഇത് പറ്റാതെയായി. പുള്ളിയെടുത്ത് വേറെ പണി നോക്കാനും ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ മാൾട്ടയിൽ നിന്ന് പണ്ട് വന്ന കുറച്ച് പേരുള്ള, ഞാൻ ആദ്യം വന്ന കമ്പനിയിലെ കുറച്ച് പേരെ, കുറേ മാന്യ സഹൃദയന്മാരെ, അതായത് അവർ പൈസ കൊടുത്തിട്ടും കൊടുക്കാതെയും വന്ന കുറേ മാന്യ സഹൃദയന്മാരുണ്ട്. എല്ലാവരും അയലത്തെ അടുക്കളയിലേക്ക് നിന്നാണല്ലോ തല നീട്ടിയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും നടക്കണമെന്ന് ആരും നോക്കില്ല. എനിക്ക് അങ്ങനെ അയലത്തെ അടുക്കളയിൽ നോക്കേണ്ട ശീലവുമില്ല. അപ്പം ഇവർ ഈ പറഞ്ഞ കമ്പനിയിൽ ഒരു മലയാളി സൂപ്പർവൈസറാണ്. ഈ പുള്ളിയാണ് പൈസ മേടിച്ചതും ആളിനെ കൊണ്ടുവന്നതും എല്ലാം. അപ്പോൾ ഇവരിൽ പലരും കൊടുത്തിട്ട് വന്നവരുമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവരിൽ ആരോ ഒരാളെ നമ്പർ എടുത്ത് ഈ പുള്ളി വിളിച്ചു ചോദിച്ചു, ഈ ഗോപകുമാർ എന്ന് പറയുന്ന ആളിനെ നിങ്ങൾക്കറിയാമോ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം, എന്താണ്? അപ്പോൾ പറഞ്ഞു ഇന്ന കണക്കാണ്. പുള്ളി കൊണ്ടുപോയ 2 പേരെ, 2 പേരെന്ന് പുള്ളി അവൻ പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പുള്ളി വേറെ എന്നോട് പറഞ്ഞ എൻ്റെ ഒരു പഴയ സുഹൃത്ത് പറഞ്ഞത് 16 പേരെ ഈ കമ്പനി കൊണ്ടുപോയി, ഫുഡുമില്ല, ആഹാരത്തിന് പൈസയില്ല. സുഹൃത്തെ, ഇത് കാണുന്ന നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. കുറച്ചെങ്കിലും ആൾക്കാർ ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ളവരുണ്ടാവും. ഗൾഫിൽ പോയാൽ ആരാണ് ആഹാരത്തിന് പൈസ തരുന്നത്? നിങ്ങൾ ജോലി ചെയ്താൽ ശമ്പളം വരും. അല്ലാതെ നിങ്ങൾക്ക് ആരാണ് തരുന്നത്? കമ്പനി റൂമുണ്ടെങ്കിൽ അത് ഓക്കെ, ഇല്ലെങ്കിൽ അതും നിങ്ങൾ കൊടുത്ത് പുറത്തല്ലേ താമസിക്കുക. അതേപോലെ യൂറോപ്പിലും സെയിം കണ്ടീഷനാണ്. നമ്മൾ ജോലി ചെയ്ത് മാസം അവസാനം ശമ്പളം വരും. അല്ലെങ്കിൽ അടുത്ത ട്രക്കിംഗ് കമ്പനിയൊക്കെ ആകുമ്പോൾ 7-ാമത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത 15-ാം തീയതിക്കാരി ശമ്പളം വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്നിട്ട് ഈ പുള്ളി അവരോടെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് പൈസ തന്നില്ല, വെള്ളം തന്നില്ല. ഈ പറഞ്ഞ സുഹൃത്തിന് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു എൻ്റെ ആഹാരത്തിന് പൈസയില്ല, മറ്റു കാര്യങ്ങൾക്ക് പൈസയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 100-200 രൂപ അയാൾ ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ ഓണറോട് പറഞ്ഞു 500 യൂറോ ഇന്ത്യൻ മണി 47,000 രൂപയ്ക്ക് അടുത്തുള്ള പൈസ മേടിച്ച് കൈ കൊടുത്തു, അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് പോലും പുള്ളി പറയുന്ന പൈസ കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പേ കുറച്ച് ഇവിടുത്തെ ടാക്സ് ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിക്ക് ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്, സാലറി. അതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്, എല്ലാത്തിൻ്റെയും. പിന്നെ പുള്ളിയോട് തന്നെ നേരിട്ട് ഞാൻ പറഞ്ഞു, എന്നെ വ്യക്തിഹത്യ ചെയ്യാനോ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള രീതി നിങ്ങൾ ചെയ്താൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നിയമപരമായി ഇതിൽ തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത് ഉറപ്പാണ്. കാര്യം എന്നെ മാത്രമല്ല കമ്പനിയും നിങ്ങൾ മാനം കെടുത്തി. ഒന്ന്. പിന്നെ ഇതെനിക്കൊരു തിക്തമായ അനുഭവമായി എൻ്റെ ജീവിതത്തിൽ. ഇനി ഒരിക്കലും ആ മുതലാളി പോലും എന്നോട് പറഞ്ഞു, ഇനി നമ്മൾ ട്രക്ക് ഓടിക്കാൻ നമുക്കൊരു മലയാളി വേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞു.
എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഈ സുഹൃത്തുണ്ടാക്കിയ ഒരു നല്ല ഇതിൻ്റെ പേരിലാണ്. പിന്നെ നിയമപരമായി അതിനെ നമ്മൾ നേരിടും, മുതലാളി നേരിടും, ഞാനും എൻ്റെ വ്യക്തിഹത്യ മാനഹാനിക്കും. പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ അനുസരിച്ച് കമ്പനിയുടെ ഡാറ്റയും ഡീറ്റെയിൽസും പുറത്തു വിട്ടു, അനാവശ്യമായി അവർക്ക് ഇത് നഷ്ടമുണ്ടാക്കി, അതേപോലെ എന്നെ മാനഭംഗപ്പെടുത്തിയത് പുള്ളിക്ക് നിയമപരമായി നേരിടും, അത് ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇത് കേട്ട് ആറാടിയ കുറച്ച് സുഹൃത്തുക്കൾ, എൻ്റെ പഴയ സുഹൃത്തുക്കൾ, കുറച്ച് സന്തോഷിച്ചവർ, ആ പഴയ കമ്പനിയുള്ള കുറച്ച്, അവരോട് എനിക്ക് പറയാനുള്ളത് പരമപുച്ഛം മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പൈസ കൊടുത്തും കാല് പിടിച്ചും അല്ലെങ്കിൽ ഒരുത്തൻ പൈസ പിടിച്ച് പോക്കറ്റ് വെച്ചിട്ടും പട്ടിയെപ്പോലെ ജോലി നടത്തും. അന്തസ്സായിട്ട് ഒരുത്തൻ വന്ന് 6-ാം മാസം ആ കമ്പനിയിൽ നിന്ന് പണിയും വിട്ടുപോയി സ്വന്തമായി പണി കണ്ടുപിടിച്ച് അവൻ്റെ ദൈവാധീനവും കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും അധ്വാനവും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവനെ തേക്കാം, അവനെ മാനഭംഗപ്പെടുത്താം, അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാം, തേജോവധം ചെയ്യാൻ നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ്? ആ പുച്ഛം മാത്രം ഒന്ന്. ഇനി അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സുഹൃത്തിനെ സംബന്ധിച്ച് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിയമപരമായി നേരിടാൻ ഞാൻ തയ്യാറാണ്. അയാളോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിയമപരമായി. ഇയാളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വിസ ആയില്ല, വിസ ഇല്ലെന്നാണ്. ഇയാൾ എൻ്റെ കമ്പനിയിലേക്ക് വരുമ്പോൾ 28 ദിവസത്തെ വിസയുള്ള പാസ്പോർട്ടിലുള്ളൂ. ഇത് ഞാൻ അയാളുടെ പെർമിറ്റ് ലീഗലായി കോൺട്രാക്റ്റ് വെച്ച് മാറി കമ്പനിയുടെ പേരിൽ വിസയുണ്ട്. ഇയാൾ എൻ്റെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മുതലാളിയോട് പറഞ്ഞിട്ടില്ല, ആരോടൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഇറങ്ങിപ്പോകാൻ പറഞ്ഞെന്നാണ് എന്നോട് പുള്ളി പറഞ്ഞത്. പക്ഷേ ഇതൊന്നും അല്ല. ഞാൻ മുതലാളിയുമായിട്ട് എന്നും സംസാരിക്കുന്ന ആളാണ്. ഇന്ന് രാവിലെയും കൂടി സംസാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മുതലാളി നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാൾ കാലത്തെ ഫുൾ ഡീറ്റെയിൽസ് ഇയാൾക്ക് പേ ചെയ്തിട്ടുള്ള പേ ചെക്ക്, പേയ്മെൻറ്റ്, പേ സ്ലിപ്പ് എല്ലാം ഒരു മാസത്തെയും ഇനി ഒരു 15 ദിവസത്തെ ബാലൻസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. എല്ലാം എനിക്ക് മെയിലിൽ തരും. ഡോക്യുമെൻറ്റേഷനുണ്ട്, അവർ കോർട്ട് മൂവ് ചെയ്യുന്നുണ്ട്, കേസ് മൂവ് ചെയ്യുന്നുണ്ട്. അതൊന്ന്. ഇനി അടുത്ത പുള്ളി അവിടെ വന്നൊരു പുതിയ മലയാളിയെ ഞാൻ ഇതേപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. പോളണ്ടിൽ നിന്ന് വന്നൊരു മലയാളിയെ നാട്ടിൽ പോയിരുന്നു, അയാളുടെ ലൈസൻസ് അയാളെ നാട്ടിൽ കോൺട്രാക്റ്റ് അയച്ചു കൊണ്ടുവരുന്നു. അയാളുടെ നിന്നും ഞാൻ പൈസ ഒന്നും മേടിച്ചിട്ടില്ല. അയാളൊരു നല്ല സുഹൃത്താണ്. വന്ന ഒരു ദിവസം പണി ചെയ്തപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ട്രെയിലറിൽ എനിക്ക് അങ്ങനത്തെ പണി ചെയ്യാൻ പറ്റില്ല. അത് ട്രെയിലർ എന്ന് പറഞ്ഞാൽ സാധാ ട്രെയിലറല്ല, നമുക്ക് സിലോ കണ്ടെയ്നറാണ്. അയാൾ മാന്യമായി തുറന്ന് മുതലാളിയോട് കാര്യം പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. ഓക്കെ, അയാൾക്ക് വേറെ സംവിധാനങ്ങൾ അവർ തമ്മിൽ ചേർന്ന് ഉണ്ടാക്കി. ഓക്കെ, അതെല്ലാം സന്തോഷമാണ്, നല്ലതാണ്, ഒരാൾ രക്ഷപ്പെടുന്നതല്ലേ. നമ്മളെ കൊണ്ട് കഴിയുന്നൊരു ഉപകാരം. ഇവരുടെ നിന്നും 5 നയാ പൈസ ഞാൻ മേടിച്ചിട്ടില്ല. ഇതിനൊക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു വെല്ലുവിളിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തെ, അല്ലെങ്കിൽ ഇയാളെ പൊക്കിക്കൊണ്ട് നടന്ന് ആരാധിച്ച് ഇപ്പം ഗോപകുമാറിനെ മുക്കിക്കയറ്റാമെന്ന് പറയുന്ന മറ്റ് മാന്യ മഹാജനങ്ങളെ, അതായത് എൻ്റെ പഴയ കമ്പനിയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ, എന്നെ അറിയാവുന്നവരുൾപ്പെടെ, ഇതങ്ങനെ ഓപ്പോസിറ്റായിട്ട് വിചാരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്യുക. സത്യം മാത്രമേ എന്നും വിജയിക്കൂ. ഞാൻ ഒരുത്തൻ്റെയും വാങ്ങിച്ച് പോക്കറ്റ് വെച്ചിട്ടോ പറ്റിച്ചിട്ടോ ജീവിച്ചിട്ടുള്ളതല്ല ഇനിയോട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോയോട് കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിത് കരുതിയത്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ കാണുന്ന ജർമ്മനിയിൽ ഇങ്ങനത്തെ സ്ഥാനത്ത് ഇങ്ങനത്തെ ജോലിയിൽ എത്തിപ്പെട്ടത്. അല്ലാതെ എവരുടെയൊന്നും കണക്ക് കൈക്കൂലി കൊടുത്തോ ഏതെങ്കിലും ഏജൻസിക്ക് പൈസ കൊടുത്തോ വന്നൊന്നും വിസ അടിച്ച് വന്ന്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന്, അല്ലെങ്കിൽ ഗൾഫിൽ വന്ന് അങ്ങനെ വന്ന ഒരാളല്ല. അപ്പോൾ ഇതോടുകൂടി എനിക്ക് എന്തായാലും തൃപ്തിയായി. ഞാൻ മലയാളികൾക്ക്, സ്പെഷ്യലി മലയാളികൾക്ക് സർവ്വതാ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഞാൻ വീഡിയോകൾ ചെയ്യും, സൗകര്യമുള്ളവർക്ക് കാണാം. ഈ വീഡിയോ ഒന്നും ചെയ്ത് ഇതിൻ്റെ പൈസ എടുത്ത് ഞാൻ വലിയ കോടികളൊന്നും ഉണ്ടാക്കി ചെയ്യുന്നതല്ല. അപ്പം കാണുന്നവർക്ക് അതിൻ്റേതായ ഉപകാരം ഉണ്ടാവും. ദയവ് ചെയ്ത് ഒരു കാര്യത്തിനും സഹായത്തിനും എന്നെ വിളിക്കരുത്. കാര്യം എനിക്ക് ഇനി എൻ്റെ കാര്യം നോക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് പറയേണ്ടത് എന്തായാലും ഈ വീഡിയോയിലുണ്ട്. നിങ്ങളെ സംശയം ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും. അല്ലാതെ ഇനി വിളിച്ചാൽ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ വിളിച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യില്ല. വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യും, ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ചെയ്തുതരാം. എന്ന് പറഞ്ഞ് മീൻസ് ഞാൻ വിളിക്കാം, ഫോൺ വിളിക്കാം, സംസാരിക്കാം. മറ്റൊക്കെ എത്ര പേര് വിളിച്ചാലും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. കാര്യം എന്നെ അത്രത്തോളം മാനസികമായി വിഷമിപ്പിച്ച, എൻ്റെ കുടുംബം ഇവിടെ വന്നതിന് ശേഷം എന്നെ അത്രത്തോളം തേജോവധം ചെയ്യാൻ ശ്രമിച്ച ഈ സുഹൃത്തുക്കളെല്ലാം ഞാൻ പ്രകൃതിയിൽ നിന്ന് പറയുകയാണ്, കാട്ടിനകത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഭഗവാൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ മറുപടി പറയും. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, ഒരു സൂപ്പർവൈസർ പൈസ മേടിച്ചു, അങ്ങനെ എങ്ങനെ. ഈ പൈസ മേടിച്ച ഏത് സുഹൃത്തായാലും ഈ സുഹൃത്തിൻ്റെ പൂർണ്ണമായ തെളിവുകൾ രേഖാമൂലം എൻ്റെ കയ്യിലുണ്ട്. വോയിസ് സ്ലിപ്പായാലും, അല്ലെങ്കിൽ പുള്ളി പൈസ ഇട്ട അക്കൗണ്ടായാലും, പുള്ളി ആരെന്നാ പൈസ മേടിച്ചെന്നാലും, എത്ര പേര് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞാനിതിൻ്റെ പറക്കെ ഇറങ്ങാത്തത്, ഇന്ന് വരെ എനിക്ക് ആരെയും ദ്രോഹിച്ച് ശീലമില്ല. എന്നിട്ട് പോലും അവിടെ 1-2 മറ്റ് ഇഷ്യൂകൾ ഉണ്ടായപ്പോൾ എൻ്റെ പേര് വലിച്ചിഴക്കപ്പെട്ടു. ഞാൻ ഇനിയും അത് ആഗ്രഹിക്കുന്നില്ല, ഇന്നുവരെയും ആഗ്രഹിച്ചിട്ടില്ല. എന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വഴിച്ചിറക്കാതിരിക്കുക. കാര്യം
ഞാൻ മറ്റുള്ളവരാണെങ്കിൽ എല്ലാം അങ്ങ് ദൈവത്തിന് കൊടുക്ക് പോവില്ല. ദൈവത്തിന് തന്നെയാണ് 99% വിട്ടേക്കുന്നത്. എൻ്റെ ക്ഷമ നശിച്ചാൽ നേരിട്ട് ഉള്ള ഇടപെടലുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. അതിൻ്റെതായ എനിക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടവും വരും. വേറെ ഒന്നും അതിനകത്തൊന്നും വരാനില്ല. അതെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കും പിടിക്കും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിയമപരമായി ഞാൻ അതിനൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ ഈ കാണിച്ചേക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാവും, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞാൻ സഹിക്കാൻ തയ്യാറാണ്. കാര്യം ഞാൻ എൻ്റെ അതിര് വിട്ട് മര്യാദ വിട്ട് ഈ ലോകത്ത് ഇന്നുവരെ ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് എനിക്കത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ പറഞ്ഞ എൻ്റെ കമ്പനിയിൽ എംപ്ലോയി ആയി വന്ന് ഇപ്പോൾ പോയി നിൽക്കുന്ന സുഹൃത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് താങ്കൾ വാ. ഇനിയല്ല താങ്കൾക്ക് എന്നെ 2 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞു നിങ്ങൾ എവിടെ താമസിക്കുന്നത് എനിക്ക് അറിയണമല്ലോ, ഞാൻ അതുകൊണ്ട് അവിടെ തിരക്കി ഇവരുടെ തിരക്കി, നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് എൻ്റെ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, ഞാൻ ഇത് ചെയ്യും. ഞാൻ അയാളെ വെല്ലുവിളിക്കുക തന്നെയാണ്. ഓപ്പൺ ത്രെട്ടല്ല, സോറി ക്ഷമിക്കുക, ഭീഷണിയല്ല, വെല്ലുവിളി. ഓപ്പണായിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. തനിക്ക് എന്തെങ്കിലും അങ്ങനെ ലീഗലി ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക. ഞാനത് കൈകാര്യം ചെയ്തോളാം. അപ്പം നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നമസ്കാരം.